إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടൊന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യ ജീവിതം ഒരു പുസ്തകം പോലെയാണ്. എത്ര പേജുകൾ ഉണ്ടെന്നറിയാത്ത ഒരു പുസ്തകം. ഓരോ വർഷങ്ങൾ കടന്നു വരുമ്പോഴും നമ്മുടെ ജീവിത പുസ്തകത്തിലേക്ക് ഒരു പുതിയ അധ്യായം നാം എഴുതി ചേർക്കുകയാണ്. സഹോദരങ്ങളെ, നാം ഒരു പുതിയ വർഷത്തെ സ്വീകരിക്കുകയാണ്. 2024 നിന്ന് 2025 നാം പ്രവേശിക്കുകയാണ്. പുതുവർഷങ്ങൾക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം ഇസ്ലാമിക് കലണ്ടർ അത് അറബി മാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ആരാധനാ കർമ്മങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അത് അറബി മാസത്തിലാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. സഹോദരങ്ങളെ, ഒരു വർഷം പൂർത്തിയാകുമ്പോൾ
വീടിന്റെ ചുമരിൽ നാം തൂക്കിയിട്ടിട്ടുള്ള കലണ്ടർ മാറ്റി പുതിയൊരു കലണ്ടർ നാം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ട ചില ചിന്തകളും തീരുമാനങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു വർഷം നമ്മിൽ നിന്ന് നീങ്ങുകയാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ആയുസ് ഒരു വർഷം കൂടി പിന്നിട്ടിരിക്കുന്നു, അഥവാ നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇത് മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടായിക്കൂടാ. അത് സത്യവിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടുള്ളതുമല്ല. ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തു നിൽക്കുന്ന ആ മരണത്തെ ധാരാളമായി ഓർക്കണമെന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. സർവ സുഖാനുഭൂതികളെയും സർവ ആഡംബരങ്ങളെയും സർവരസങ്ങളെയും തകർത്തു കളയുന്ന ആ മരണത്തെക്കുറിച്ച് അക്സിറൂ, നിങ്ങൾ ധാരാളമായി ഓർക്കണേ. സർവരസങ്ങളെയും തകർത്തു കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു അൻഹുവും ഉബൈദുല്ലാഹ് ബിൻ ജർഹമിയും തമ്മിൽ നടന്ന സംഭാഷണം ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ച ഉബൈദുല്ലാഹയോട് മുആവിയ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വല്ല സംഭവവും എനിക്ക് പറഞ്ഞു തരണം. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വല്ല സംഭവവും എനിക്ക് പറഞ്ഞു തരാൻ മുആവിയ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരാൾ വന്നു, ആരാണെന്നറിയില്ല, എന്നാൽ അയാൾ ഞങ്ങളുടെ നാട്ടിൽ വെച്ചു മരണപ്പെട്ടു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ മയ്യിത്ത് കുളിപ്പിച്ചു, അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചു. മയ്യിത്ത് മറമാടിക്കൊണ്ടിരിക്കെ എനിക്ക് വല്ലാത്ത സങ്കടമായി, ഞാൻ കരഞ്ഞുപോയി. ആ സമയത്ത് മയ്യിത്ത് മറമാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ഒരു കവിത ചൊല്ലി, യബിക്കില്ലൊരീബു അലൈഹി ലൈസ യഅരിഫുഹു വദു ഖറാബതിഹി ഫിൽ ഗൈബി മസ്റൂറു. യബിക്കി അൽഒരീബു അലൈഹി ലൈസ യഅരിഫുഹു, അപരിചിതമായ ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി കരയുന്നു. അദ്ദേഹത്തെ അറിയാത്ത ആളുകൾ അപരിചിതമായ ആളുകളാണല്ലോ ഈ ഇദ്ദേഹത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്നാൽ ഇദ്ദേഹത്തെ അറിയുന്ന ആളുകൾ, ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഇദ്ദേഹത്തിന്റെ മരണം അറിയാതെ സന്തോഷിക്കുന്നുണ്ടാകും. അപ്പോ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, ഈ കവിത എഴുതിയ വ്യക്തിയെ നിനക്കറിയുമോ? ഈ കവിത എഴുതിയ വ്യക്തിയെ നിനക്കറിയുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഈ കവിത എഴുതിയ വ്യക്തിയാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നത്. ഈ കവിത എഴുതിയ വ്യക്തിയാണ് മറമാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതാണ് മരണമെന്ന യാഥാർത്ഥ്യം. ഇതാണ് മരണമെന്ന യാഥാർത്ഥ്യം. ആ മരണത്തെ ധാരാളമായി ഓർക്കുന്നവരാണ് ബുദ്ധിമാന്മാർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ,
പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിച്ചു, ഫഅയ്യിൽ മുഅ്മിനീന അഖിയസ്, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ്? ആരാണ് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ? പ്രവാചകൻ പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നവരാരോ, മരണത്തെ കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നവരാരോ, എന്നിട്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നവരാരോ, ഉലൈകല്ലഖിയാസ്, അവരാകുന്നു ബുദ്ധിയുള്ള ആളുകൾ, അവരാകുന്നു ബുദ്ധിമാന്മാരെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നന്നായി വർക്ക് ചെയ്യുന്നവൻ, നന്നായി സമ്പാദിക്കുന്നവനാരോ, അവനാണ് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ മരണമെന്ന എൻഡിങ് പോയിന്റിലേക്കുള്ള ജീവിതമാകുന്ന യാത്രയിലെ ഓരോ സ്റ്റോപ്പുകളാണ് നമ്മിലേക്ക് കടന്നു വരുന്ന ഓരോ വർഷവും. ഒരു വർഷം കഴിയുമ്പോൾ നാം യാത്രയുടെ പര്യവസാനമായ മരണത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരണം സമീപത്താണ് എന്ന ചിന്തയിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് ആ ഒരു വിഷയത്തെ സംബന്ധിച്ച, ആ മരണത്തെ സംബന്ധിച്ച. കാരണം മരിക്കാത്തവരായി ലോകത്ത് ആരും തന്നെ ഇല്ല. ലോകത്തെ മുഴുവൻ മനുഷ്യരും എല്ലാവരും അംഗീകരിക്കുന്ന, ഒരുപോലെ അംഗീകരിക്കുന്ന ഒരേ ഒരു യാഥാർത്ഥ്യമാണ്, ജനിച്ച് വീണവരെല്ലാം ഒരു ദിവസം ഈ ലോകത്തോട് വിട പറയും. എല്ലാവരും മരിച്ചു പോകും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ആരെങ്കിലും ലോകത്ത് മരിക്കാതിരിക്കുമായിരുന്നുവെങ്കിൽ ആരായിരുന്നു ജീവിക്കേണ്ടിയിരുന്നത്? നമ്മുടെ നേതാവായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയാകുമായിരുന്നു. ലോകത്താരെങ്കിലും മരിക്കാതെ അവശേഷിക്കുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ബാക്കിയാകുമായിരുന്നു എന്നാണ് ഒരു കവി പാടുന്നത്. വലൗ കാനത്തിദ് ദുനിയ തദുമു ലി അഹ്ലിഹാ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദൂ. വലൗ കാനത്തിദ് ദുനിയ തദുമു ലി അഹ്ലിഹാ, ഈ ലോകം അതിന്റെ ആളുകൾക്കായി എന്നെന്നും നിലനിൽക്കുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശാശ്വതനാകുമായിരുന്നു. അപ്പോൾ ലോകത്ത് ആരെങ്കിലും എന്നെന്നും ജീവിക്കുമായിരുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനായിരുന്നു ആ ജീവിതം ലഭിക്കേണ്ടത്. സഹോദരങ്ങളെ, എല്ലാവരും പ്രവേശിക്കേണ്ട കവാടമാണ് മരണം. എവിടെയായിരുന്നാലും ആ മരണം പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 85-ാമത്തെ വചനം, ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, അത് കൊട്ടിയുയർത്തപ്പെട്ട വലിയ കോട്ടക്കൊത്തളങ്ങളാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്നത്, അവിടെയാണെങ്കിലും നിങ്ങൾ ആ മരണത്തെ കാണും. അതിൽ നിന്ന് ഒരാൾക്കും ഓടിയൊഴിക്കാൻ കഴിയില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമുൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. ഓ നബിയെ പറയൂ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകന്നുകൊണ്ടിരിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമുൽ ഗൈബി വശഹാദ, അദൃശ്യവും അദൃശ്യവും അറിയുന്ന ആ റബ്ബിന്റെ അടുക്കലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. അല്ലാഹു ഓരോരുത്തരെയും മരിപ്പിക്കാൻ
പ്രത്യേകം മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും മരണം എത്തിക്കഴിഞ്ഞാൽ, ആ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അവരെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവരെ പിടിക്കുന്നതാണ്. കൊല്ലവിയെ പറയുക, യതവഫാക്കും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് യതവഫാക്കും, നിങ്ങളെ മരിപ്പിക്കുന്നതാകുന്നു. മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. എന്നിട്ട് റബ്ബിങ്കലേക്കാകുന്നു നിങ്ങളെ മടക്കപ്പെടുന്നത്. ഹത്താ ഇദാ ജാഅദകുമുൽ മൗത്ത് തവഫത്തു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. ഹത്താ ഇദാ ജാഅദകുമുൽ മൗത്ത്, നിങ്ങൾ ഒരാളുടെ മരണം ആസന്നമായി കഴിഞ്ഞാൽ, മരണം എത്തിക്കഴിഞ്ഞാൽ, തവഫത്തു റുസുലുനാ, നമ്മുടെ ദൂതന്മാരായ മലക്കുകൾ നിങ്ങളെ സമീപിക്കും, നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ആ മരണത്തിൽ നിന്നും ഒരാൾക്കും ഒഴിവില്ല. ആ മരണത്തിൽ നിന്നും ഒളിച്ചോടാൻ ഒരാൾക്ക് സാധ്യമല്ല. വലയ്യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. അല്ലാഹു ഈ ദുനിയാവിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചയക്കുമ്പോൾ തന്നെ അവന്റെ അജര് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. വലക്കും ബില്ലൽ മുസ്തഖറും വമതാഉൻ ഇലാഹീൻ. ഓരോ ജീവിയും ഈ ദുനിയാവിൽ എത്ര കാലം ജീവിക്കണമെന്ന കൃത്യമായ വ്യവസ്ഥ, കൃത്യമായ ഡേറ്റ് അല്ലാഹു അവൻ ജനിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ വലയ്യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. ഓരോരുത്തരുടെയും അജല്, ആ മരണത്തിന്റെ ഡേറ്റ്, ആ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ശരീരത്തെയും നിന്ദിക്കുകയില്ല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂക്കീൻ. നിങ്ങൾക്കിടയിൽ അല്ലാഹു മരണത്തെ നിർണയിച്ചിരിക്കുന്നു. ആ മരണത്തെ മുൻകടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിലൂടെ നിരന്തരം നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആ മരണം എവിടെ വെച്ചാണ്, ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് നമ്മളെ പിടികൂടുക, ഏത് സ്ഥലത്ത് വെച്ചാണ്, ഏത് പ്രദേശത്ത് വെച്ചാണ്, ഏത് രൂപത്തിലാണ് നമ്മൾ ഓരോരുത്തരും മരിക്കുക എന്ന് നമുക്കാർക്കും അറിയില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കൊരാൾക്കും അറിയില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. ഭൂമിയിൽ എവിടെ വെച്ചാണ് നിങ്ങൾ മരണപ്പെടുക എന്ന് നിങ്ങൾക്കറിയില്ല. അല്ലാഹു ഒരു മനുഷ്യനെ എവിടെയാണോ മരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോകുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, എന്റെ മരണം എവിടെ, എങ്ങനെ എന്ന് നമുക്കറിയാത്തതാണ് അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. എന്റെ മരണം ഭൂമിയിൽ എവിടെ വെച്ച് എങ്ങനെ നടക്കും അത് എനിക്കറിയിച്ചു തരാത്തതാണ് എന്റെ റബ്ബ് എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിലോ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി ഒരു കാര്യം ചെയ്യാനോ ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാനോ സാധ്യമല്ല. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും ആ മരണം രുചിച്ചു നോക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തത്തുല്യമായ പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്നത് നാളെ ഖിയാമത്ത് നാളിലാണ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാകുന്നു. നാം ചെയ്യുന്ന നന്മകൾക്കും നാം ചെയ്യുന്ന തിന്മകൾക്കും എല്ലാ നന്മ തിന്മകളും കൃത്യമായി കണക്കു നോക്കി അതിന് പരിപൂർണമായ പ്രതിഫലം അല്ലാഹു നൽകുന്നത് ഖിയാമത്ത് നാളിലാകുന്നു. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ആരാണ് മണിത്തൂക്കം നന്മ ചെയ്തുവോ അത് കൃത്യമായി അവൻ കാണും. ആരാണ് മണിത്തൂക്കം തിന്മ ചെയ്തുവോ ആ തിന്മകളും കൃത്യമായി അവന് കണക്ക് കൂട്ടി പ്രതിഫലം നൽകപ്പെടും. ومن يعمل مثقال ذرة خيرا يره
ومن يعمل مثقال ذرة شرا يره فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അന്നേ ദിവസം ആരുടെ തുലാസുകൾ കനം തൂങ്ങിയോ അവർ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും, സ്വർഗീയ ജീവിതത്തിലായിരിക്കും. ആരുടെ തുലാസുകൾ കരം കുറഞ്ഞു പോയോ അവർ ഹാവിയയിലായിരിക്കും. ഹാവിയ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നാറുൻ ഹാവിയ, അത് കത്തിച്ചൊലിക്കുന്ന നരകമാകുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ആ മരണാനന്തര ജീവിതത്തിൽ വിചാരണയുണ്ട്, രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. അങ്ങനെ പരലോകത്ത് എത്തിച്ചേരുമ്പോ ആർക്കാണോ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആ സ്വർഗത്തിൽ ആർക്കാണോ എത്തിപ്പെടാൻ സാധിക്കുന്നത് അവനാകുന്നു വിജയിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിക്കുന്ന വിഭവങ്ങളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ ജീവിതം നശ്വരമാണ്, ക്ഷണികമാണ്, നൈമിഷികമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പ്രവാചകൻ കൊടുത്ത ഉപദേശം, ഇബ്നു ഉമറേ കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബൻ ഔ അബിർ സബീൽ. ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു പരദേശിയെ പോലെ, ഒരു വഴിവേക്കനെ പോലെ, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ അല്പസമയം വിശ്രമിക്കുന്ന ഇടത്താവളത്തിലെ ഒരു ജീവിതത്തെ പോലെയായിരിക്കണം ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. വകാന ഇബ്നു ഉമർ യഖൂൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദാ അംസൈത, നേരം വൈകിക്കഴിഞ്ഞാൽ, വൈകുന്നേരമായാൽ, ഫലാ തൻദിർ സ്വബാഹ, നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. വൈദാ അസ്ബഹത, രാവിലെ പ്രഭാതമായി കഴിഞ്ഞാൽ, ഫലാ തൻദിറിൽ മസാ, നീ വൈകുന്നേരത്തെയും പ്രതീക്ഷിച്ചുകൂടാ. വഖുദു മിൻ സിഹ്ഹതിക ലിമറലിക, രോഗിയാകുമ്പോൾ വേണ്ടത് ആരോഗ്യമുള്ള അവസ്ഥയിൽ നീ ചെയ്തു വെക്കണം. വമിൻ ഹയാതിക ലിമൗതിക, മരണത്തിലേക്ക് വേണ്ടത് നീ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നീ സമ്പാദിച്ചു വെക്കണമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 6416 നമ്പർ ഹദീസിൽ നമുക്ക് കാണാം. അതാണ് അല്ലാഹു വിശുദ്ധ ഖുർആൻ 59 അധ്യായം സൂറത്തുൽ ഹശ്റിലെ 18 വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നാളെയുടെ ജീവിതത്തിന് വേണ്ടി, നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഈ നിമിഷം, ഈ സമയത്ത് ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ റബ്ബിന്റെ വിളിക്കുത്തരം നൽകാൻ മലക്കുൽ മൗത്ത് സംഘവും എന്നെ മാടി വിളിക്കുമ്പോൾ ആ മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പോകാൻ എന്റെ കൈകളിൽ എന്താണുള്ളത് എന്നതിനെ സംബന്ധിച്ച് വിശ്വാസികളെ നിങ്ങൾ ആലോചിക്കണമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പരലോകത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് പാടില്ല. ആ പരലോക ജീവിതം മറന്നവർക്കുള്ള വലിയ പാഠമാണ് പ്രിയപ്പെട്ടവരെ മരണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി മരണത്തെക്കുറിച്ച് ഓർക്കാൻ നമ്മളോട് പറഞ്ഞത്. ഓരോ നമസ്കാരത്തിന്റെ വേളയിലും ഈ ഒരു ചിന്തയുണ്ടാകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു ഉപദേശം നൽകണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇദാ കുന്ത ഫീ സ്വലാത്തിക, നീ നമസ്കരിക്കാനായി നിന്നാൽ, ഫസ്വല്ലി സ്വലാത്തി മുബദ്ദിൻ, ഒരു വിടവാങ്ങലുകാരന്റെ നമസ്കാരം പോലെ നമസ്കരിക്കണം. നീ നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുമ്പോ നീ ചിന്തിക്കണം, എന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം. അടുത്ത വക്കത്ത് എനിക്ക് നമസ്കരിക്കാൻ കഴിയുമോ എന്നറിയില്ല, അവസാനത്തെ നിസ്കാരമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന ബോധത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ ആ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും, ആ നമസ്കാരത്തിൽ തഖ്വയുണ്ടാകും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമസ്കാര
നമസ്കാരത്തിൽ തക്കുവ ലഭിക്കുന്നില്ല. ഈ ഒരു ചിന്തയുണ്ടായാൽ എന്റെ അവസാനത്തെ നമസ്കാരമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന ആ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഇബാദത്തിന്റെ ഊർജ്ജസ്വലത നഷ്ടപ്പെടാതെ നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കുവീൻ, വഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ആ ഖബർ സന്ദർശനം നിങ്ങളെ പരലോകത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കുമെന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു. എന്താണ് കരയാനുള്ള കാരണം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തിലേക്കുള്ള ഒന്നാമത്തെ ഭവനമാണ് ഖബർ. ഫഇന്നജാ ഫമാ ബഅദഹു ഐസറു മിൻഹു, ആ ഖബറിൽ നിങ്ങൾ രക്ഷപ്പെട്ടാൽ പിന്നീടുള്ള ജീവിതം രക്ഷപ്പെട്ടു കഴിഞ്ഞു. വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു വശദ്ദു മിൻഹു, ആ ഖബറിൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ല എങ്കിൽ അതിനുശേഷം വരാനുള്ളത് അതിനേക്കാൾ കടുത്തതാണ്, ഭയങ്കരമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടി പൊട്ടി കരയുമായിരുന്നു എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. തുടർന്ന് പ്രവാചകൻ പറഞ്ഞു, മാ റഅയ്തു മല്ലറൻ ഇല്ലാ വൽ ഖബറു അഫ്ളഹു മിൻഹു, ഖബറിനേക്കാൾ ഭയാനകമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല, ഖബറിനേക്കാൾ ഭയാനകമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. ബറാഅ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന വിശദമായ ഹദീസിന്റെ ഒരു ഭാഗത്ത് കാണാം, പ്രവാചകനോടൊപ്പം ഒരു ജനാസയിൽ പങ്കെടുത്ത് അത് മറമാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അലാ ശഫീരിൽ ഖബരി, ആ ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഫബക്ക, പ്രവാചകൻ കരയുന്നു, ഹത്താ വല്ലസറ, താഴെയുള്ള ആ മണ്ണ് നനയുവോളം അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ടിരുന്നു. സുമ്മക്കാല, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ, ഇതുപോലെയുള്ള ഒരു ദിവസം നമുക്കും കടന്നു വരാനുണ്ട്. ഫായിദു, അതുകൊണ്ട് നിങ്ങൾ ആ ദിവസത്തെ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുവീരെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഹദീസ് നമുക്ക് കാണാം. അല്ലാഹു നാം എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അപ്പോ പുതുവർഷം അത് ആഘോഷിക്കാനുള്ളതല്ല, അത് ആലോചിക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. പുതുവർഷം ആഘോഷിക്കാനുള്ളതല്ല, ആലോചിക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ വിചാരണ ചെയ്യുന്നതിന് മുമ്പായി നാം നമ്മെ തന്നെ സ്വയം വിചാരണ ചെയ്യാൻ തയ്യാറെടുക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ സ്വയം വിചാരണ ചെയ്യുക. നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കപ്പെടുന്നതിന് മുമ്പായി നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ തൂക്കി നോക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞ 5 കാര്യങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാം. ലിറജുലും വഹുവ യഅ്ലുഹു, പ്രവാചകൻ ഒരു മനുഷ്യനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഇഅ്തനിം ഹംസൻ ഖബല ഹംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ശബാബക ഖബല ഹർമിക, പ്രായമാകുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ യുവത്വം. വസിഖതക ഖബല സഖമിക, രോഗത്തിന് മുമ്പുള്ള നിങ്ങളുടെ ആരോഗ്യം. വഇനാക ഖബല ഫഖിരിക, ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിങ്ങളുടെ സമ്പന്നത. വഫറാഅക ഖബല ശുഅലിക, തിരക്കാകുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ഒഴിവ് സമയം. വഹയാതക ഖബല മൗതിക, മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതം. ഈ 5 കാര്യങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രവാചകന്റെ അടുക്കൽ ഉപദേശവുമായി കടന്നു വന്ന വ്യക്തിയെ ഉപദേശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ലാ തസൂലു ഖദമ ഇബ്നു ആദമ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അലു അൻ ഹംസിൻ. 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ നാളെ പരലോകത്ത് ആദമിന്റെ മക്കൾക്ക് തങ്ങളുടെ കാലടിപ്പാടുകൾ മുന്നോട്ട് വെക്കുക സാധ്യമല്ല. 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യും. ആ 5 ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകാതെ തങ്ങളുടെ കാലടികൾ മുമ്പോട്ട് വെക്കുക വിചാരണ സമയത്ത് പരലോകത്ത് സാധ്യമല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിലൊന്നാമത്തത് ഹത്താ യുസ്അലു അൻ ഉംരിഹി. അവന്റെ ആയുസ്സിനെ സംബന്ധിച്ച, അവന്റെ വയസ്സിനെ സംബന്ധിച്ച 60, 70, 80 വയസ്സുവരെ ഈ ദുനിയാവിൽ ജീവിക്കുവാൻ അവസരം നൽകിയിട്ട് അൻ ഉംരിഹി ഫീമാ അഫ്നാ, ആ ആയുസ്, നിനക്ക് ലഭിച്ച ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് അള്ളാഹു ചോദ്യം ചെയ്യും. രണ്ടാമതോ വഅന്നിൽ മിഹി, അവന്റെ അറിവിനെ സംബന്ധിച്ച് ഫീമാ ഫഅല, നിനക്ക് ലഭിച്ച അറിവ് കൊണ്ട് നീ എന്ത് നേടി, നീ ആ അറിവ് കൊണ്ട് എന്ത് ഉപയോഗിച്ചു, നീ എന്ത് പ്രവർത്തിച്ചു എന്ന് അള്ളാഹു ചോദിക്കും. വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖഹു, നീ ധനത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കും. നീ എവിടെ നിന്നാണ് ധനം സമ്പാദിച്ചത്, ഏത് മാർഗത്തിലാണ് ആ ധനം ചിലവഴിച്ചത് എന്ന് ചോദിക്കപ്പെടും. വഅൻ ശബാബിഹി, അവന്റെ ചെറുപ്പകാലം, അവന്റെ യുവത്വത്തെ സംബന്ധിച്ച് ഫീമാ അബിലാ, ആ യുവത്വം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് അല്ലാഹു ചോദിക്കും. വഅൻ ജിസ്മിഹി, അവന്റെ ശരീരത്തെ സംബന്ധിച്ച്, അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യത്തെ സംബന്ധിച്ച് ഫീമാ അബിലാ, ആരോഗ്യം എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് അല്ലാഹു ചോദിക്കും. സഹോദരങ്ങളെ, നമ്മുടെ ആയുസ്, അല്ലാഹു നമുക്ക് നൽകിയ ആയുസ്, അതുപോലെ അറിവ്, നമുക്ക് നൽകിയ ധനം, അതുപോലെ നമ്മുടെ യുവത്വം, നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, ഈ 5 കാര്യങ്ങളെ കുറിച്ച് റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. ആ തസൂൽ ഖദമ ഇബ്നു ആദമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ 5 ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാതെ ഒരാൾക്ക് മുമ്പോട്ട് പോകുക, അവന്റെ കാലടികൾ മുന്നോട്ട് വെക്കുക സാധ്യമല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ജീവിതം, അള്ളാഹു നമുക്ക് നൽകുന്ന ഈ ശേഷിക്കുന്ന ജീവിതം, അത് കുറച്ചു മാത്രമേയുള്ളൂ എന്ന് മനസ്സിലാക്കി പരമാവധി നന്മയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നമുക്ക് ലഭിക്കുന്ന സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ലഭിക്കുന്ന സമയം ഒരിക്കലും നമ്മൾ പാഴാക്കി കളഞ്ഞുകൂടാ. ഒറ്റ ദിവസം നമുക്ക് കഴിഞ്ഞുപോയി കഴിഞ്ഞാൽ അങ്ങനെ മറ്റൊരു ദിവസം നമ്മിലേക്ക് കടന്നു വരുമോ എന്ന് നമുക്കറിയില്ല. അന്ത അള്ളാഹു നമുക്ക് നൽകിയ സമയം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ 2 അനുഗ്രഹം, ആ 2 അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ജനങ്ങളിൽ അധികം ആളുകളും നഷ്ടത്തിലാണ്. ഒന്ന്, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം, അതുപോലെ ഒഴിവ് സമയം. ഈ 2 അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ആളുകൾ തീരാ നഷ്ടത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നാളെ പരലോകത്തിലെ സ്വർഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ, അതിനുവേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ നിന്ന് ഏത് സമയത്തും വിട പറയേണ്ടവരാണ് എന്ന ആ ഒരു മരണചിന്തയോടുകൂടി പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ സർവരസങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരികയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. اللهم أدرنا من النار اللهم أدرنا من النار اللهم أدرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا. ربنا إنك رؤوف رحيم.